നന്മയുടെയും പ്രതീക്ഷയുടെയും ഒരു പൊന്നോണക്കാലം കൂടെ വരവായി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മെറിൻ. ഇന്ന് ധനുക്കുട്ടൻ്റെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണ്. ധനുക്കുട്ടൻ സാധാരണ എല്ലാ ദിവസവും പോകുന്ന പോലെ സ്കൂൾ ഓട്ടോയ്ക്ക് തന്നെ സ്കൂളിലേക്ക് രാവിലെ തന്നെ പോയി. ഞാനും ധ്യാൻകുട്ടനും പതുക്കെ പുറകെ ചെന്നാൽ മതി. കാരണം അവന് രാവിലെ എക്സാമുണ്ട്. എക്സാം കഴിഞ്ഞിട്ടാണ് സെലിബ്രേഷൻ. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനാകെ ഒരു കുളിരാണ്. ഓണക്കോടിയും അത്തപ്പൂക്കളവും സദ്യയും പായസവും പുലികളിയും അങ്ങനെ മനസ്സിനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില നല്ല ഓർമ്മകളാണത്. കേരളീയനാണെന്ന് അഭിമാനത്തോടെ പറയാൻ തോന്നിക്കുന്ന ഓർമ്മകൾ. ധനുക്കുട്ടൻ്റെ സ്കൂളിൽ ചെന്നപ്പോഴേക്കും വരവേൽക്കാൻ കൂട്ടുകാരെല്ലാം ഓടിയെത്തി. പൂക്കൾ കൊണ്ടല്ലെങ്കിലും ഒരു പൂക്കളം അവിടെയും ഉണ്ടായിരുന്നു. മിക്ക കുട്ടികളുടെയും പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. ധ്യാൻകുട്ടനെ കൊണ്ട് അവിടെ ഒരു ബെഞ്ചിലിരുത്തിയപ്പം അവനും സന്തോഷമായി. കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ വന്നിതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത്. അത്തപ്പൂക്കള മത്സരത്തിനുള്ള പൂക്കൾ പറമ്പിലും തൊടിയിലും നടന്ന് പറിച്ച് കവറിലാക്കി സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. അത്തപ്പൂക്കള മത്സരവും മറ്റ് ഓണക്കളികളും വണ്ണവും കുടവയറും ഉള്ള ഏതെങ്കിലും ആൺകുട്ടിയെ പിടിച്ച് മാവേലിയുമാക്കും. അവസാനം അത്തപ്പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ ജയിച്ചാലും തോറ്റാലും പൂക്കളെല്ലാം വാരി വിതറി എറിഞ്ഞ് അത്തപ്പൂക്കളം ഒരവിയൽ പരുവാക്കും. പിന്നെ അതെല്ലാം തൂത്തുവാരിക്കളഞ്ഞ് ഒരു ഗ്ലാസ് പായസവും കുടിച്ച് വിയർത്ത് കുളിച്ച് വീട്ടിലേക്കൊരു വരവുണ്ട്. ഈ വൈബൊന്നും ഇന്നത്തെ തലമുറയ്ക്കില്ല. നമുക്ക് കിട്ടിയ ഇത്തരം സന്തോഷങ്ങൾ പൂർണ്ണമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം മറ്റൊന്നില്ല അവരുടെ ബാല്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തുപോലുമില്ല. ഭാവിയിൽ അവരവരുടെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ മക്കളോട് പറയാൻ ഇങ്ങനെയും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? മാത്രമല്ല, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യത്തെ കൂടുതൽ ആനന്ദകരവും പൂർണ്ണതയുള്ളതുമാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളീയ വേഷത്തിൽ തന്നെ കുട്ടികളെ ഒരുക്കി വിടണമെന്ന് ടീച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം പട്ടുപാവാടയും ബ്ലൗസും മുല്ലപ്പൂവും ഒക്കെ വെച്ച് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആൺകുട്ടികളും തീരെ മോശമല്ല കേട്ടോ. കസവ് മുണ്ടിൽ അവരെ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ധനുക്കുട്ടന് കസവ് മുണ്ട് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം, ഇത് ഈ ദിവസങ്ങളിലേക്ക് മാത്രം ഉള്ളതാണല്ലോ, പിന്നീട് ഇവനിത് ഉപയോഗിക്കത്തില്ലല്ലോ എന്നുള്ളതായിരുന്നു. പിന്നെ മക്കളുടെ സന്തോഷമല്ലേ വലുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ വർഷവും അവന് കസവ് മുണ്ട് എടുക്കാറുണ്ട്. കുഞ്ഞുമക്കളുടെ ഡാൻസും പാട്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ധനുക്കുട്ടനും ഡാൻസിനൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. എല്ലാ പാരൻസും കുഞ്ഞുമക്കളുടെ കഴിവുകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കണ്ടു കിട്ടിയതാണ് ഇങ്ങനെ ഒരു കുട്ടി വീഡിയോഗ്രാഫറെ. ഓരോ പാട്ടും ഡാൻസും കഴിയുമ്പോഴും ധനുക്കുട്ടൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓടിയെത്തും. ധ്യാൻകുട്ടനെ കളിപ്പിക്കാനേ ധനുക്കുട്ടനും കൂടെ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. നമ്മളും കുഞ്ഞിലെ അങ്ങനല്ലേ. കുഞ്ഞു പിള്ളേരെ ഒരുപാട് ഇഷ്ടമല്ലായിരുന്നോ? എനിക്കിഷ്ടമായിരുന്നു. എവിടെ കുഞ്ഞു പിള്ളേരെ കണ്ടാലും വലിച്ചെടുത്ത് പൊക്കി കളിപ്പിക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ധനുക്കുട്ടൻ്റെ ഡാൻസും കണ്ടു. ഡാൻസ് തുടങ്ങിയപ്പോൾ നിന്നതുപോലെയല്ല ഡാൻസ് കഴിയുമ്പോൾ കുട്ടികളായിരുന്നു നിൽക്കുന്നത്. പലർക്കും പല താളവും പല ഭാവവും പല സ്റ്റെപ്പും ആണെങ്കിലും പാട്ട് ഒന്ന് തന്നെയായിരുന്നു. ധനുക്കുട്ടനും ടീച്ചേഴ്സ് പഠിപ്പിച്ച സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. പെട്ടെന്ന് പരിപാടി തീർത്ത് വീട്ടിൽ പോകാനാണെന്ന് തോന്നുന്നു.
എങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനും കുഞ്ഞിലെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ സ്റ്റേജിൽ കയറിയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാനും ചെയ്തിട്ടുണ്ടാവുക. ദൈവമേ, അത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു ചമ്മൽ. സാരമില്ല, അന്ന് കുഞ്ഞല്ലേ ഞാൻ, ഇപ്പോഴല്ലേ മുതിർന്നത്. കുട്ടികൾ ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ട്. മറക്കാതെ സ്റ്റെപ്പൊക്കെ കളിക്കുന്നത് കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന സിസ്റ്റർ ഇതെല്ലാം കണ്ട് കൃതാർത്ഥയായിട്ടുണ്ട്. കുഞ്ഞു മക്കളല്ലേ, ചെയിൻ സോങ് പോലെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. എല്ലാ സ്റ്റെപ്പും ഓർത്തിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ധനുക്കുട്ടന് എത്ര വലിയ ഓഡിയൻസിൻ്റെ മുമ്പിലും ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും ഒരു നാണക്കേടുള്ള കൂട്ടത്തിലല്ല. പക്ഷേ ഞാൻ അവൻ്റെ മുമ്പിലിരുന്നാൽ അവനെന്തോ ഒരു വിമ്മിഷ്ടമാണ് മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒക്കെ. ധനുക്കുട്ടന് ഡാൻസിനേക്കാളും ഇഷ്ടം പാട്ടാണ്. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹം പുള്ളിക്ക് എങ്ങനെയും സംഗീതം പഠിക്കണമെന്നാണ്. സരിഗമ പഠിപ്പിക്കുന്നിടത്ത് എന്നെ കൊണ്ട് ചേർക്കണമെന്നാണ് പറച്ചിൽ. ഞങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് കുഞ്ഞിന് വിശക്കുന്നുണ്ടോ, വെള്ളം വേണോ, കുഞ്ഞിൻ്റെ വായിൽ എന്താ ഇരിക്കുന്നത്, കുഞ്ഞെന്താ നടക്കാത്തേ, കുഞ്ഞെന്താ സംസാരിക്കാത്തേ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്നെക്കാളിലും മുമ്പേ മറുപടി പറയുന്നത് ധനുക്കുട്ടനാണെന്ന് മാത്രം. അങ്ങനെ ഇരിക്കെ ഓണത്തിൻ്റെ മെയിൻ ഘടകമായ പായസം എത്തി. ഇക്കൊല്ലം സേമിയ പായസമാണ്. പായസക്കൊതിയാനായ ധനുക്കുട്ടൻ എൻ്റെ പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അതെൻ്റെയാണ്, നിൻ്റെത് പുറകെ വരുമെന്ന്. എന്നിട്ടും അവനത് തരാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും ടീച്ചേഴ്സ് അടുത്ത ഡാൻസിന് അവരെ വിളിച്ചു. ഭാഗ്യം, എൻ്റെ പായസം എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ആ പായസത്തിൻ്റെ ഉപ്പ് നോക്കാൻ പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഓണം ഒരുങ്ങലോ ഓണക്കോടി മേടിക്കലോ ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ പുതിയ ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് പട്ടുപാവാടയും ബ്ലൗസും വാങ്ങിക്കുന്നത്. അതും നമ്മുടെ വീടിനടുത്തൂടെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് തുണി കൊണ്ടുവരുന്ന ഒരു മുരുകണ്ണനുണ്ടായിരുന്നു. മുരുകണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഒരു ബ്ലൂ കളറിലെ പട്ടുപാവാടയും ബ്ലൗസും. അതാകുമ്പം കുറേശ്ശെ പൈസ കൊടുത്ത് തീർത്താൽ മതി. അന്നത്തെയൊക്കെ സാഹചര്യം അതായിരുന്നു. ഇന്ന് ഞാൻ ആഗ്രഹിച്ചതിലും അധികം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കും മികച്ച രീതിയിലൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്നും പറഞ്ഞ് അവർ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ഉടനടി കയ്യിലെത്തിച്ചു കൊടുക്കുന്ന അമ്മയല്ല കേട്ടോ ഞാൻ. ധനുക്കുട്ടൻ്റെ ആ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് തണുക്കാൻ വെച്ചിരുന്ന പായസവും കൊണ്ട് ടീച്ചേഴ്സ് വന്നു. കുഞ്ഞുമക്കളെല്ലാം ഫ്രണ്ടിലും പാരൻസ് എല്ലാം ബാക്കിലുമായിരുന്നു ഇരുന്നത്. പക്ഷേ ധനുക്കുട്ടൻ മാത്രം എൻ്റെ കൂടെ ബാക്ക് സൈഡിലാണ് വന്നിരുന്നത്. അതുപോലെയുള്ള കുറച്ച് കുട്ടികളും ഉണ്ട്. എൻ്റെ നിഴൽവട്ടമെങ്കിലും കണ്ടാൽ ആ നിഴലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്വഭാവമാണ് ധനുവിന്. അങ്ങനെ കയ്യിൽ കിട്ടിയ പായസമൊക്കെ ധനുക്കുട്ടൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് സ്പൂൺ ഇട്ടാണ് ടീച്ചേഴ്സ് കൊടുത്തത്. പണ്ട് സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങോ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ ഒക്കെ അമ്മമാരുടെ മാത്രം കുത്തകയായിരുന്നു. ഇന്നിപ്പം അതൊക്കെ മാറ്റി ചിന്തിച്ച് പിതാക്കന്മാരും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പായസം വന്ന പുറകെ ഉപ്പേരിയും ടീച്ചർ കൊണ്ടുവന്നു. ഇതാണ് ധനുക്കുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷേർലി ടീച്ചറും രേവതി ടീച്ചറും. ഉപ്പേരി കിട്ടിയപ്പം മുതൽ ധ്യാൻകുട്ടൻ അതിന് കിടന്ന് പിടുത്തം തുടങ്ങി. ധ്യാൻകുട്ടൻ 1 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് പാലോ പഞ്ചസാരയോ ഉപ്പോ ഒന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ പായസം ഞാൻ കൊടുക്കാഞ്ഞത്. ഉപ്പേരി കിട്ടിയപ്പം മുതൽ അതെന്ന് ഇച്ചിരി നുള്ളി വായിൽ വെച്ച് കൊടുത്തു. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ അവന് നുള്ളി കൊടുക്കുന്നത് വേണ്ട, അവൻ തന്നെ കടിച്ചു തിന്നോളാന്നായി. 4-5 പല്ലുണ്ടേ, അതിൻ്റെ അഹങ്കാരമാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാനും ധനുക്കുട്ടും അവിടെ നേരെ ഇറങ്ങി. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാൻ ഫോട്ടോ എടുക്കാൻ നിർത്തിയാലും മര്യാദയ്ക്ക് ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാത്തവൻ ടീച്ചേഴ്സ് ആരിലും വന്ന് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ ക്യൂട്ട്നെസ് വാരി വെതറിയിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ബാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അവിടെ തിരിച്ചു. നേരെ വന്നത് ബാങ്കിലോട്ടായിരുന്നേ. ക്യാഷ് നിക്ഷേപിക്കാനല്ല കേട്ടോ, പണയം വെച്ചൊരു ചെയിൻ തിരിച്ചെടുക്കാനായിട്ടാണ്. അവിടെ ചെന്നപ്പോഴേക്കും ധ്യാൻകുട്ടനും ധനുക്കുട്ടനും അവിടെ നിന്ന് ഭയങ്കര കളി. അവിടുത്തെ കസേരയിലായിരുന്നു പരിപാടി മൊത്തം. പണയമൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്തു, ബേക്കറി കയറി, പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, തിരിച്ച് ബസ് പിടിച്ച് വീട്ടിലേക്ക് പോന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ മിച്ചമുണ്ട് നമ്മുടെ വീട്ടിലോട്ട് നടക്കാനായിട്ട്. വെയിലും കൂടെ ആയതുകൊണ്ട് നല്ല പോലെ ടയേർഡാണ് ധനുക്കുട്ടനും ഞാനും. ക്ഷീണിച്ച് വലഞ്ഞുള്ള അവൻ്റെ നടപ്പ് കണ്ടാലും മണിച്ചിത്രത്താഴിനകത്ത് സങ്കരം തമ്പിയാണെന്ന് തോന്നും. ധ്യാൻകുട്ടൻ പിന്നെ ബസ്സിൽ കയറിയാൽ അപ്പം തന്നെ ഉറങ്ങിക്കോളും. അതുകൊണ്ട് അവനെക്കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. വരുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു കൊന്നച്ചെടി കിട്ടി, ഒരു കണിക്കൊന്നയുടെ ചെടി. വഴി സൈഡിൽ നിന്നതാണ്. ഇത് വലിച്ചിളക്കി എടുക്കുന്നിടയ്ക്ക് ഞാനൊന്ന് മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്തു. എന്നാലും സാരമില്ല, കൊന്നച്ചെടി കിട്ടിയല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി. ഫുഡ് പോലും കഴിക്കാതെ ധനുക്കുട്ടൻ കയറി ഉറങ്ങാൻ കിടന്നു. ഓണം ആഘോഷിച്ചതിൻ്റെ ക്ഷീണം തീർക്കലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ധനുക്കുട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിനാണ് ഈ കുഞ്ഞിക്കുരുപ്പ് ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് കുശും പൊത്തും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ.
നമ്മുടെ വീഡിയോസ് കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ചാനലിൻ്റെയും എൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.